എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ നബിയാണ്. അത് ഗുരു ആവണത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആത്യന്തികമായി ഗുരുമുഖം, വേറെ ആരുമല്ല. ആത്യന്തികമായി നമ്മൾക്ക് വേറൊരു ഗുരുമുഖം ഇല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഗുരുമുഖം എന്ന് പറഞ്ഞാൽ ജിബ്രീലാണ്. ആ ജിബ്രീലിനെ പടച്ചോൻ പറഞ്ഞേക്കണാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്യുവറായ, പ്രിസ്റ്റീനായ, ഒരു കലർപ്പുമില്ലാത്ത വളരെ കൃത്യമായ ഗൈഡൻസാണ്. ആ ഗൈഡൻസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിട്ട് ആ ഒരു നമ്മളുടെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ള രത്നം നമ്മൾ നിലത്തിട്ടിട്ട് നമ്മൾ വേറൊരുപാട് സന്യാസി പാരമ്പര്യങ്ങളുടെ പിറകിൽ പോയിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റാണെന്ന് പഠിപ്പിച്ച പല ആശയങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാണ്. അത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട്, മുസ്ലിം സഹോദരങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് വളരെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് ഇങ്ങനത്തെ. ഞാനിപ്പോൾ ഈ പ്രൊഫോൺ ടി വിയിൽ മുമ്പ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ആരും ഇതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കണില്ല, അങ്ങനെ ആരും സംസാരിച്ചതായിട്ട് ഓർക്കണില്ല. അത് ചെയ്യാനുണ്ടായത് ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഗുണകാംക്ഷ മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങി വെക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്നുണ്ടായ ഒരു കാര്യം മാത്രമായിരുന്നു. تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ഈ സൂഫിസത്തെ കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിക്കുമ്പോൾ, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ പുറത്തേക്ക് തന്നെ ചിന്തിക്കുമ്പോൾ, സൂഫി മുസ്ലിം എന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തിയത് സൂഫികൾ വഴിയാണ് എന്നൊക്കെ ഇപ്പം അടുത്ത ചില ഫെസ്റ്റിവലുകൾ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ അത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നൊക്കെയുള്ള ഒരു പിന്നെ ഇത് ആരോപണം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ, അല്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സൂഫികളാണ് ഇവിടുത്തെ ഇസ്ലാം കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞതിന് പിന്നെ മറുപടി പറയുന്നത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൂഫി ഇസ്ലാമാണോ? സൂഫിസം വഴിയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തുന്നത്? ഇതെന്താ പറയുക, ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ, ഇത് ആരുണ്ടാക്കിയൊരു റെട്ടറിക്കാണ്, എന്തിനു വേണ്ടിയുള്ള റെട്ടറിക്കാണ്. ഒരാൾ ഈ റെട്ടറിക്ക് ഏറ്റെടുക്കുമ്പോൾ അയാൾ ആരിലേക്കാണ് ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ സൂഫി സലഫി എന്ന് പറയുന്ന ഇവർ ഈ പറയുന്ന ബൈനറി, അല്ലെങ്കിൽ ഈ വഹാബി ഇസ്ലാം, സൂഫി ഇസ്ലാം എന്ന് പറയുന്ന സംഭവം, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഞാനൊരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിജീവിനോട് ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അയാളെ കണക്കിന് സമസ്തക സലഫിയാണ്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അയാളെ കണക്കിനൊരു സലഫി സംഘടനയാണ്. അയാൾ പറയണമെന്ന് വെച്ചാൽ സമസ്തക്ക് ഒരു സലഫി ലെൻസ് ഉണ്ട് എന്നാണ്, കാര്യങ്ങൾ നോക്കിക്കാണുന്നതിന്. അയാൾ ഈ സുന്നി മുജാഹിദ് അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയാത്ത ആളല്ല. അപ്പോൾ അയാളെ വിഷയം എന്താ വെച്ചാൽ 5 നേരം നിസ്കരിക്കണം എന്നാണ് സമസ്തൻ്റെ അഭിപ്രായം, റമളാൻ മാസത്തിൽ നോമ്പ് വെൽക്കണം എന്നാണ് സമസ്തൻ്റെ അഭിപ്രായം, സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്നാണ് സമസ്തൻ്റെ അഭിപ്രായം. അതല്ലാതെ ഇവർ പറയുന്ന സൂഫി ഇസ്ലാം എന്ന് പറയുന്ന സാധനം സമസ്തൻ്റെ ഇസ്ലാം അല്ല. സമസ്ത ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല. ഇവർ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവർ പറയണ ബാഡ് മുസ്ലിം അല്ല, ഗുഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ വൈൻ കുടിക്കുന്നതിന് കുഴപ്പമില്ലാത്ത, ഡാൻസ് ബാറിൽ പോകുന്നതിന് കുഴപ്പമില്ലാത്ത, ഞാൻ പറയണ ഒരു തരം ഹലാൽ ഹറാമുകളും ഇല്ലാത്ത, ഹുക്കുമുകൾ ബാധകമല്ലാത്ത, പടച്ചവനോടുള്ള സ്നേഹം, അതാണ് എൻ്റെ ഇസ്ലാം എന്ന് പറയണ ഒരു സെക്യുലർ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം, ഒരു ആത്മീയത ഉണ്ട്. ഒരു ആത്മീയതയുടെ ഒരു നേർത്ത പാടയുണ്ടെങ്കിലും മതത്തിൻ്റെ വിധിവിലക്കുകളോ ആരാധനാകർമ്മങ്ങളോ ഒന്നും നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കാത്ത ഒരാളെയാണ് വളരെ ലിബറലായ, ശരിക്കും ലിബറലിൻ്റെ ഒരു അറബി വാക്കായിട്ടാണ് ഒരു ശരിക്കും സൂഫി എന്ന് പറയുന്നത്. അതാണ് ഓരോ കണക്കിനുള്ള സൂഫി. അതുകൊണ്ട് തന്നെ ഇവർ ഈ ബൈനറി ഉണ്ടാക്കണ അതിന് വേണ്ടിയിട്ടാണ്. സാമ്രാജ്യത്വം ഉണ്ടാക്കിയൊരു ബൈനറിയാണ്, അമേരിക്കൻ ഇമ്പീരിയലിസം ഉണ്ടാക്കിയൊരു ബൈനറിയാണ്. അതായത് ഒരു മുസ്ലിം മതത്തിൻ്റെ നിയമങ്ങൾ അത് കണിശമായി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ അപകടകാരിയാണ്, അയാൾക്ക് ഉസാമ ബിൻ ലാദൻ്റെ മുഖമാണുള്ളത്, അയാൾ ഭീകരവാദിയാണ് എന്ന ഒരു ഡിസ്കോഴ്സാണത്. യഥാർത്ഥത്തിലല്ല. അതായത് അയാൾക്ക് ഭീകരവാദമായിട്ടൊരു ബന്ധമില്ല, അയാൾ ഭീകരവാദത്തിന് സമ്പൂർണ്ണമായിട്ട് എതിരാണ്. പക്ഷേ ഇസ്ലാം അയാളോട് പറയുന്ന കാര്യങ്ങൾ അയാൾ വളരെ സീരിയസ് ആയി എടുക്കുന്നതിൻ്റെ പേരിൽ അയാളെ ഭീകരവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി ആ മതജീവിതത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുക. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറയാം. അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് ബൈനറിയാണിത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂഫിസം ഉണ്ടല്ലോ, പറയുന്ന കോട്ട് ആൻഡ് കോട്ട് സൂഫിസം, ആ സൂഫിസം കണ്ടിട്ട് അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ധാര എന്ന് വരുത്തി തീർത്തത് ശരിക്കും ഈ സെക്യുലറൈസേഷൻ പ്രോജക്റ്റ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ ഡെമണൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്കോഴ്സിൻ്റെ കൊടയിലേക്ക് കയറി നിൽക്കുകയാണ്.
അതായത് ഞാൻ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ഇപ്പോൾ ഈ പല മുസ്ലിയാക്കന്മാരും പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ പറയുന്നതാണ്, ആഗോളതലത്തിലൊക്കെ ഇപ്പോൾ ഇതാണ് എല്ലാവരും പറയണത്, ഇതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്ലീസ് അവരത് മനസ്സിലാക്കണം. ഇവർ ഈ സലഫി വഹാബി എന്ന് പറയണത് ഈ കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് മാത്രമല്ല, അവരെക്കുറിച്ച് കൂടിയാണ്. അതായത് ആ ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലമാറ്റിക്കായ വേറൊരു സൈഡിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ അതിലുള്ള റെട്ടറിക്ക് ഫഹദ് പറഞ്ഞില്ലേ, ഈ പുറത്തുനിന്ന് ഇന്ത്യക്ക് വന്നത് ഒരു സൂഫി ഇസ്ലാമാണ്. അത് എവിടുന്ന് വരുന്ന റെട്ടറിക്കാണ്? സംഘപരിവാർ റെട്ടറിക്കാണത്. അത് ഇവിടുത്തെ RSSൻ്റെ നറേറ്റീവാണ്. അതായത് ഈ ലോക്കൽ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതായത് മുസ്ലിങ്ങൾക്കുള്ള കുഴപ്പം എന്താണ്? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ പറയാം ഇന്ത്യ എന്ന് പറയുന്നത് വെറും ഒരു നേഷൻ സ്റ്റേറ്റ് അല്ല, നമ്മൾക്കൊരു കൾച്ചറൽ ട്രഡീഷൻ ഉണ്ട്. അത് തദ്ദേശീയമായി ഇവിടുത്തെ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമാണ്. ആ ഇന്ത്യൻ സംസ്കാരത്തിനെ പ്യുവറായി നിലനിർത്താൻ ഇന്ത്യക്കാർ ബാധ്യസ്ഥനാണ്. മുസ്ലിങ്ങൾക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ വിദേശ സംസ്കാരത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് പൊക്കിൾ കൊടി ബന്ധമുണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു അതായത് മുസ്ലിങ്ങളെ മതം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവർ പറയണത്. മുസ്ലിങ്ങളെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം അറ്റാച്ച്ഡ് ആയൊരു സാധനമല്ല, അവർക്ക് ഇത് പിതൃഭൂമിയാണ്, പക്ഷെ പുണ്യഭൂമി മക്കയാണ്. അവരുടെ മതം എന്ന് പറഞ്ഞാൽ, അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ, അവരുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അറേബ്യ എന്ന് വന്ന സംഭവമാണ്. അതാണ് അവരെ ഡെമണൈസ് ചെയ്യാനുള്ള കാരണം. ഇതേ ലോജിക്കിലേക്ക് ഇവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ്. ഞാൻ പറയണത് അതാണോ അല്ലേ എന്നുള്ളതല്ല, ഇന്ത്യയിൽ ഇസ്ലാം അതാണോ, ഇന്ത്യയിൽ എങ്ങനെ വന്നത് എന്നുള്ളതെന്നല്ല ഞാൻ പറയണത്. ആണെങ്കിൽ തന്നെയും അതിനെ ഒരു ക്രൈറ്റീരിയ ആക്കുക, അതിന് ശരിയും തെറ്റും വ്യവച്ഛേദിക്കാനുള്ള മാനദണ്ഡമാക്കുക. അത് ഒരു കൂട്ടരെ ദേശദ്രോഹികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ളൊരു നാഷണലിസ്റ്റ് റെട്ടറിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നാഷണലിസം എന്ന് ഞാൻ പറയണത് ഇവിടുത്തെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ദേശീയതക്ക് കടുപ്പം പോരായിട്ട് മസിൽ കൂടി ദേശീയത ഉണ്ടാക്കിയതാണല്ലോ. ഒരു സാംസ്കാരിക ദേശീയത, ഒരു കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിലുള്ളൊരു പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ വളരെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്നൊന്നും പറയണത് ഇങ്ങനത്തെ സങ്കുചിതമായ ഫ്രെയിമുകളിൽ നിന്നല്ല ഇതിനെ നോക്കേണ്ടത്. ഇത് പടച്ചോനും നമ്മളും തമ്മിലുള്ള ഇടപാടാണ്. പടച്ചോനും ഇങ്ങനത്തെ സങ്കുചിതത്വങ്ങളൊന്നും ഇല്ല. നമ്മളേതെങ്കിലും ഒരു മണ്ണിൽ ജനിച്ചവരാണ്, ഞാൻ ഇവിടെ ഉണ്ടായത് മാത്രമേ കേൾക്കുള്ളൂ, ഇത് മാത്രമേ വായിക്കുള്ളൂ, ഞാൻ അതിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും എന്നുള്ളതല്ല. പടച്ചവൻ അയച്ച പ്രവാചകന്മാർ എന്താണ് പഠിപ്പിച്ചതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പ്രവാചകൻ എവിടെ വന്നു, അറേബ്യയിലാണ് വന്നത്, ഞാനതൊന്നും നോക്കൂല എന്നുള്ളതല്ലല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മളെന്താ നോക്കേണ്ടത്? നമ്മൾ ആ പ്രവാചകൻ എന്താണ് പറഞ്ഞത്, ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ എന്താണുള്ളത്. അത് ഞാൻ ഇന്ത്യക്കാരനാണെങ്കിലും പാകിസ്ഥാനി ആണെങ്കിലും അറബി ആണെങ്കിലും പേർഷ്യക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും അത് ഞാൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അതല്ലാതെ ഇങ്ങനത്തെ പ്രാദേശികവാദം പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇവർ പറയണ അനുസരിച്ചാണെങ്കിൽ ഇസ്ലാം തന്നെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടായതല്ലല്ലോ. ഇവർ പറയുന്ന സൂഫി ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ഉണ്ടായതാണോ? അവരുടെ തന്നെ വാദം അനുസരിച്ച് ഇന്ത്യയിൽ ഇസ്ലാം കൊണ്ടുവന്നത് ഇവരാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊണ്ടുവരൽ പ്രോസസ്സ് ഉണ്ടല്ലോ. ആ കൊണ്ടുവന്നത് ഇവർ സ്വീകരിക്കല്ലേ ചെയ്യണത്. അപ്പോൾ അതൊന്നും ഒരർത്ഥമില്ലാത്ത, ഇപ്പോൾ ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ ഇവിടെ പഠിപ്പിച്ചൊരു ഇസ്ലാമാണ് ഇവിടുത്തെ പ്രാദേശിക ഇസ്ലാം. എന്ത് പ്രാദേശിക ഇസ്ലാം? അത് ഈജിപ്തിൽ നിന്ന് വന്നാണ്. അത് വേറൊരു സമയത്ത് വക്കം മൗലവിനെ ഈജിപ്തിൽ നിന്ന് വേറൊരു ഇസ്ലാമിക വ്യാഖ്യാനം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അറേബ്യയിൽ നിന്നുള്ള വേറൊരു ഇസ്ലാമിക വ്യാഖ്യാനം സ്വാധീനിക്കുന്നു. അതിലൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എവിടുന്ന് വന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് ശരിയാണോ തെറ്റാണോ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഇസ്ലാമിക ആശയങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ കറക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ എങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടതെന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ്. പിന്നെ ഇതിലുള്ളൊരു, ഇപ്പോൾ ഫഹദ് പറഞ്ഞില്ലേ, എന്താണ് എന്താണ് സ്നേഹം, ഈ നല്ല ഇസ്ലാം, ഒരു മനുഷ്യപ്പറ്റുള്ള ഇസ്ലാം, സഹിഷ്ണുതയുള്ള ഇസ്ലാം എന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മൾ ഈ സൂഫിസത്തിനെ പറ്റിയൊന്നും സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ, നമ്മൾ എത്ര അക്കാഡമിക്കായിട്ട് വിമർശനം ഉന്നയിച്ചാൽ എന്താ അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ സൂഫിസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ വീഡിയോസ് അടക്കം അതിൽ പല സ്ഥലത്തും സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഉദ്ധരിക്കപ്പെടുന്നുണ്ടൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അടിയിലെല്ലാം വരുന്ന കൊമൻസ്, അത് പലരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ അതിലൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു എന്താണ് തിളച്ച് പൊങ്ങുന്ന ഇൻടോളറൻസ്, അതിൻ്റെ ഒരു വയലൻസ്, അതിലെ തെറിവിളികൾ, നമ്മളെ പല നെയിം കാളിങ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത്
നമ്മളെ ഒരു 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 ഭീകരവാദി എന്നടക്കം എന്തൊക്കെ രൂപകങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. അതായത് ഈ ഇസ്ലാമോഫോബുകൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി, ടെററിസ്റ്റുകളായി ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തരം മെറ്റഫറുകളും വാക്കുകളും അത് വാരി വെതറപ്പെടുകയാണ് ഈ കൊമൻസിൽ. അതായത് ഈ പറഞ്ഞ പോയിന്റിനോടൊന്ന് എൻഗേജ് ചെയ്യാനോ അതിനോടൊന്ന് വൈജ്ഞാനികമായി പ്രതികരിക്കാനോ അതൊരു ഡിസ്കഷൻ എടുക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അതിലെന്തെങ്കിലും ഒരു മറുവാദം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ എന്നുള്ള നിലക്ക് സ്നേഹപൂർവ്വം ഒരു കോൺവെർസേഷന് മുതിരാനോ അങ്ങനത്തെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാക്കാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കാതെ ഡിസ്മിസ് ചെയ്ത് ഡീബങ്ക് ചെയ്ത് അത് അയാളെ തെറി വിളിച്ച് അതായത് ഇസ്ലാമോഫോബിക് ഡിസ്കോഴ്സിൻ്റെ അതിൽ നിന്നുള്ള എല്ലാ വെക്കാബുലറി കടമെടുത്ത് ഇതാണ് ഇപ്പോൾ ഒരു പറയുന്ന സൂഫിസം. ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു തരം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും ഇല്ല, അവർക്ക് മുസ്ലിങ്ങളുടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോട് എൻഗേജ് ചെയ്യാൻ കഴിയില്ല. ഉണ്ടാകാം, ഞാൻ പറയുന്നത് സൂഫിസത്തെ വിമർശിക്കുന്ന ആൾക്കാരിൽ അങ്ങനത്തെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു പക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നും ഇവർ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന സൂഫികളെ അവരുടെ ഇത് വ്യാപകമായിട്ടുണ്ടെന്നും അവരിതിൽ നിന്നൊന്നും മുക്തമല്ല എന്നും ഇവർ ഈ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സൂഫിസം കൊണ്ടുണ്ടാകുന്ന ഒരു നിസ്സംഗത, ഒരു സാത്വികത, വളരെ നിർമ്മലത്വത്തോടു കൂടി ലോകത്ത് നോക്കിക്കാണാൻ അങ്ങനത്തെ ഒന്നും ഒരു പരിശീലനം ഇവർക്കാർക്കും കിട്ടണില്ല എന്നുള്ളതും വളരെ വളരെ ക്ലിയറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വെറും വാക്കുകൾ കൊണ്ടുള്ളൊരു കളി മാത്രമാണ്. നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉള്ള മുസ്ലിം സഹോദരങ്ങളോട് മൈത്രിയിൽ വർത്തിച്ചുകൊണ്ടും ഈ നാട്ടുകാരനായിക്കൊണ്ടും ഇവിടുത്തെ സാംസ്കാരികമായ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടും തന്നെ ഖുർആനും ഹദീസും അനുസരിച്ച് ശരീഅ അനുസരിച്ച് ജീവിക്കാം എന്ന് തന്നെയാണ് ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പഠിപ്പിക്കുന്നത്. അതിൽ ശരിക്കും മുസ്ലിം സംഘടനകൾക്കിടയിൽ അത് ശരിക്കും RSSകാരും സാമ്രാജ്യത്വം ഉണ്ടാക്കുന്ന ചില മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അത് നിർഭാഗ്യവശാൽ വെറുതെ ഒരു തല്ല് ജയിക്കാൻ വേണ്ടി സൂഫികളും കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തെ ഏറ്റവും ദുരന്തപൂർണമായ കഥ അതിലുള്ളത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്നേഹം, കാരുണ്യം, ഇതൊക്കെയാണ് ഇവരെ അടിസ്ഥാന മുദ്ര എന്ന് പറയുമ്പോഴും അവരെ ഒന്ന് വിമർശിച്ചാൽ അതിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ സ്പിരിച്വാലിറ്റി, ഒരു സ്പിരിച്വൽ ഒരു ജീവിതം, ഒരു ലൈഫ് കിട്ടണം എന്ന് വെച്ചാൽ പുതിയ തലമുറ പലപ്പോഴും ഇതിൻ്റെ ആശയങ്ങളൊന്നും അറിയില്ല. എന്താണ് സൂഫിസം എന്നോ ഒന്നും അറിയില്ല. ഇപ്പം നമ്മളിവിടെ പറഞ്ഞ പോലെ സൂഫിസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കിയാൽ അത് കേരളത്തിലെ സമസ്തക്കോ മുജാഹിദുകൾക്കോ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ ഒരു മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കോ അംഗീകരിക്കാൻ കഴിയാത്ത തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം തൗഹീദിൽ തന്നെ വെള്ളം ചേർക്കുന്ന അതിന് തികച്ചും വിരുദ്ധമായ അതിനുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. കേവലം ഒരു മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വാദങ്ങൾ, അതായത് ദൈവത്തിലേക്ക് നേരെ ഒരു മനുഷ്യൻ ലയിച്ചു ചേരുന്ന, ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അത്തരം ആശയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം പോയി പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഈ പെയ്ഗനിസം എന്ന് പറയുന്ന സാധനം, അതായത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം വിഗ്രഹാരാധന, നമ്മൾ ഈ പ്രതിമാ പൂജ എന്നൊക്കെ പറയണത് ഇപ്പോൾ പലതരത്തിലുള്ള, ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കണത്, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന രൂപങ്ങളെ പറ്റിയാണല്ലോ ശരിക്ക് മുസ്ലിങ്ങൾക്കിടയിൽ അതായത് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനത്തെ ട്രെൻഡുകൾ രൂപപ്പെട്ടപ്പോഴാണല്ലോ സംവാദങ്ങൾ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത്, അതായത് നേർക്കുനേരെ വിഗ്രഹാരാധന, അത് തെറ്റാന്ന വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വല്ല ചർച്ചയുണ്ടോ, വല്ല സംവാദമുണ്ടോ? ഈ സൂഫി ടെക്സ്റ്റുകൾ നോക്ക്, അതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന സൂഫികളുണ്ട്, അതിനെ ലെജിറ്റിമൈസ് ചെയ്യണവരുണ്ട്, അതിനെ ഭയങ്കര ഫിലോസഫിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ സൗന്ദര്യവൽക്കരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബലിപെരുന്നാൾക്ക് പോവുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതം കൊണ്ട് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനക്കെതിരെയുള്ള സന്ദേശമാണ്, നമുക്കറിയാലോ. അതുകൊണ്ട് അപ്പോൾ ഈ ഇബ്രാഹാമിക് ഫെയ്ത്ത്സ് എന്ന് പറയുന്ന ഈ ജൂഡോ ക്രിസ്ത്യൻ ഇസ്ലാമിക് ട്രഡീഷനുകളിൽ പെയ്ഗനിസത്തിനോടുള്ള ഇത്ര വലിയ എതിർപ്പ് രൂപപ്പെടാനുള്ള ചരിത്രപരമായൊരു അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ. ആ ഇബ്രാഹിം നബിനെ പറ്റി സൂഫികളെ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. സൂഫികൾ എന്ന് പറയുമ്പോൾ എല്ലാ സൂഫികളെന്നല്ല ഞാൻ പറഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലത്തെ കുറേ എലമെൻറ്റുകളാണ്. ഇബ്നു അറബി എന്നൊക്കെ പറയുന്നത് ഇവർ ഈ പറയുന്ന ഫിലോസോഫിക്കൽ സൂഫിസത്തിൻ്റെ ഒരു ശരിക്കുള്ളൊരു തുടക്കക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാം രചനകളിൽ
ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ വായിക്കുന്ന രചനകളിൽ, അതിന് രചിക്കപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ, അദ്ദേഹത്തെ നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്താണ് എഴുതിയെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ലിറ്ററേച്ചറിൽ ഇബ്രാഹിം നബി നമുക്ക് പരിചയമുള്ള ഇബ്രാഹിം നബി ഒന്നല്ല. അതായത് ഇതിനകത്ത് വ്യാഖ്യാനിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഇവരുടെയൊക്കെ രചനകളിൽ എന്ന് പറഞ്ഞാൽ ഈ പെയ്ഗനിസം പോലും സാങ്ഷൻ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു മെറ്റഫേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുശ്രിക്കുകൾ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി തന്നെ ശരിക്കും പല സൂഫി ഡിസ്കോഴ്സിലും ക്യാൻസൽഡ് ആണ്. അതില്ല ശരിക്ക്, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് ഈ അദ്വൈതവാദത്തിൻ്റെയൊക്കെ സ്വാഭാവികമായ പര്യവസാനമാണ്. അപ്പം അത്രത്തോളം അപകടകരമായ ഒരു മെയിൻ സ്ട്രീം മുസ്ലിം സ്കോളർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ആശയം പിന്നെ എന്തിനാ ഈ നബിമാർ മുഴുവൻ വന്നത്? ഇവർ പിന്നെ എന്ത് പ്രബോധനം നടത്തിയത്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം എന്തിനാണ് ഈ അധ്വാനങ്ങൾ മുഴുവൻ നടത്തിയത്? അത് ആലോചിച്ച് നോക്കുക. അതായത് പ്രവാചകന്മാരുടെയൊക്കെ പ്രബോധനത്തിൻ്റെ മൗലിക പ്രമേയം, ആ മൗലിക പ്രമേയം പോലും ഇല്ലാത്തൊരു ഇസ്ലാമിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ തൗഹീദിൽ തന്നെ പ്രശ്നം വരുന്നു. പിന്നെ ഈ ഒരാളൊരു സൂഫി ആയാൽ അയാൾക്ക് അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ പിന്നെ അതിൻ്റെയൊക്കെ ഒരു പിന്നെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ പാപം പുണ്യം ചിന്തകൾ അല്ലെങ്കിൽ നന്മ തിന്മ അത്തരം സംഗതികളൊക്കെ തികച്ചും ഇല്ലാതാവുകയാണ്. അങ്ങനെ ഒരു സംഗതിയല്ല. ഈ ഒരു നമ്മളെ മലയാളത്തിൽ തന്നെയുള്ള സൂഫി പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ പാപചിന്തകൾ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ പിന്നെ ലിബറലുകളൊക്കെ പറയുന്ന സംഗതി മതം എന്ന് പറഞ്ഞാൽ പാപചിന്തകൾ, കുറേ കാര്യങ്ങൾ പുണ്യം, കുറേ കാര്യങ്ങൾ പാപം, ഇതൊക്കെ മതത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത്തരം ചിന്തകളെ ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യം എത്തിച്ചേരുകയാണ്. അങ്ങനെ ആകുമ്പോൾ തിന്മകൾ നന്മകൾ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമ്മളൊരു പ്രത്യേക അള്ളാഹുവിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതിയൊക്കെ ഇല്ലാതായി പോകും. അപ്പം മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ സത്യത്തിൽ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് നമ്മളിവിടെ സൂചിപ്പിച്ചു, അവർക്ക് സത്യത്തിൽ ഇതിൻ്റെ ആശയം മനസ്സിലായാൽ സമസ്തക്ക് പോലും യോജിക്കാൻ കഴിയില്ല സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം. പിന്നെ നമ്മുടെ നാട്ടിലെ പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെ പൊതുവെ പിന്നെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവസാനം ഒരു സൂഫി ഖവ്വാലി ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു അത്തരം ഗാനാവിഷ്കാരങ്ങളായിരിക്കും ഉണ്ടാകുക. സത്യത്തിൽ അവിടെ പാടുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഒരു സർഗാത്മകത അല്ലെങ്കിൽ ഒരു കല എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആഘോഷിക്കപ്പെടുന്ന സാഹചര്യമാണ് സത്യത്തിലുള്ളത്. അല്ല, ഇതിൽ എന്താ അറിയോ, ഇത് എന്താ വെച്ചാൽ സമസ്തൻ്റെ ഉലമാക്കൾക്ക് ഇത് അറിയാത്തൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ആരോടും വ്യക്തിപരമായ വിഷയം സംസാരിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അവർ അതിനെ സാധൂകരിക്കുന്നവരല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവർക്കതറിയാം, ഈ എന്താണ് ഈ സംഗതി എന്ന് അവർക്ക് അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരും ഇതിനെ ലെജിറ്റിമൈസ് ചെയ്യണമൊന്നുമില്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന പല ആൾക്കാരും ഈ സംഭവങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അവരിതിനൊരു സുന്നി മുജാഹിദ് തർക്കമായി തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ സലഫികളുടെ ഒരു എതിർപ്പായിട്ട് ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു. ഇതെന്താ വെച്ചാൽ ശരീഅ ബേസ് ചെയ്യുന്ന, ശരീഅത്തിനെ അംഗീകരിക്കുന്ന എല്ലാവരും ഇതിനെതിരാണെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് ഈ ടൈപ്പ് ഒരു സൂഫിസത്തിന് എല്ലാവരും എതിരാണെന്നുള്ള അതിൻ്റെ സത്യം. പിന്നെ ഈ ഫഹദ് പറഞ്ഞില്ലേ, ഇത് എന്താ വെച്ചാൽ ഈ ഒരു മ്യൂസിക് എന്നുള്ള നിലക്ക് ഈ മ്യൂസിക് ഈ ഇൻസ്ട്രുമെൻ്റൽ സൂഫി മ്യൂസിക്കിനെ ശരിക്ക് അതിനെന്നെ കേരളത്തിൽ സമസ്ത അംഗീകരിക്കണില്ല എന്നാണ് എൻ്റെ ബോധ്യം, ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ട്രഡീഷൻ ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ ഈ പറയുന്ന കവ്വാലികളുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല. ശരിക്ക് കേരളത്തിലെ ദർഗകളിൽ അതില്ലായിരുന്നു. അത് ഉത്തരേന്ത്യയിലെ ദർഗകളിൽ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു ഷാഫി പാരമ്പര്യം തന്നെ അതിനെ അംഗീകരിക്കണം. അതായത് ഫിഖ്ഹിയായി പോലും, ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം വിശ്വാസ കാര്യങ്ങളൊക്കെ പോട്ടെ, ഫിഖ്ഹിയായി പോലും അതിനെ അംഗീകരിക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതെന്താ വെച്ചാൽ അതിനെപ്പറ്റി ആൾക്കാർ ഒരു സലഫീസ് പിന്നെ സുന്നി തർക്കമാണിത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ സോഷ്യൽ മീഡിയയിൽ പലരും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ പല പരിപാടികളിലൊന്നും നടക്കുന്നു, വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഐഡിയോളജി മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പലപ്പോഴും. അത് അവതരിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഐഡിയോളജി അറിയാം, അത് കേൾക്കുന്നവരിൽ കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ ഐഡിയോളജി അറിയാം. ആ ഐഡിയോളജി കൂടുതലായിട്ട് ഇൻഹെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും അതൊരു ഗാനമേള മാത്രമാണ്. ഇത് എന്താണെന്നൊന്നും മനസ്സിലാവാതെ അതിൻ്റെ ഒരു സംഗീതം ആസ്വദിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. സംഘാടകരും അങ്ങനെ തന്നെയാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നല്ല. അതൊരു സ്വാഭാവികമായ ഓരോ കാലത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാവുമല്ലോ, കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവില്ല. അപ്പോൾ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി, പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അവസാനം ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുക എന്ന് പലപ്പോഴും തമാശയായിട്ട് പറയാൻ പോലെ, പണ്ട് CH മുഹമ്മദ് കോയൻ്റെ പ്രഭാഷണം ഉണ്ടാവുക അവസാനം എന്ന് പറയുന്നത് എന്തിനാണ്? അതാ
പക്ഷെ അതിനൊരു ദൗത്യം ഉണ്ടല്ലോ. ഇത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ പരിപാടികൾ വെച്ചാൽ ആൾക്കാർ വരും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഉണ്ടാവണത് മാത്രമാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഐഡിയോളജി അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. കൂട്ടത്തിൽ ഇതൊരു മുസ്ലിം കലയാണെന്നുള്ളൊരു അതെ, അതുണ്ട്. ഒരു മുസ്ലിം കലയാണ്, ഒരു മുസ്ലിം പൈതൃകമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഞാൻ പറയണത് അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് പോയിട്ട് ഇതിൻ്റെ ഒരു ഫിലോസോഫിക്കൽ പിന്നെ ഇംപ്ലിക്കേഷൻസ് ഇങ്ങനെ വ്യാപകമായി ഇത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ ഗൗരവതരമായി കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പരിഗണിക്കേണ്ടതുണ്ട് എന്നും അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പലരും വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ബേജാറോ അല്ലെങ്കിൽ ഒരു റിയാക്ഷനോ ഒരു ഇൻടോളറൻസോ ഒന്നും അല്ല. അങ്ങനെ എന്തെങ്കിലും വിമർശനാത്മകമായി ഇതിനെപ്പറ്റി പറഞ്ഞാൽ ആ രീതിയിലുള്ള ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കണം, അങ്ങനെയല്ല. അതായത് ഇസ്ലാമിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നു. നമ്മളെ ചുറ്റും മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഇൻ്റലക്ച്വൽ ട്രെൻഡ്സ്, ബാക്കിയുള്ള ട്രെൻഡ്, സാംസ്കാരിക പ്രവണതകൾ, ഇതിനൊക്കെ നമ്മൾ നോക്കുന്നു. ആ നോക്കുന്ന സമയത്ത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമായ വിശ്വാസങ്ങളോ ആശയങ്ങളോ ആചാരങ്ങളോ ധാരണകളോ ഒക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായൊരു നസീഹത്താണ്, ഒരു ഗുണകാംക്ഷയാണ്. അത് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യതയാണ്. അതാണ് എല്ലാ കാലത്തും പണ്ഡിതന്മാർ നിർവഹിച്ചത്. അതിനാണ് നമ്മൾ ഈ തജ്ദീദ് എന്ന് പറയുന്നത്. അതായത് ഖുർആനിൻ്റെയും ഹദീത്തിൻ്റെയും ആശയങ്ങൾ ഇപ്പോഴും പ്രിസേർവ്ഡായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ ആ ജാഗ്രത പുലർത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മുത്തസിലികൾ വന്നു, ഷിയാക്കൾ വന്നു, പിന്നെ പലതരത്തിലുള്ള കദിരികൾ വന്നു, നമ്മൾ പറയുന്ന പിന്നെ മുർജിയ കക്ഷിക്കാർ വന്നു, അത് ഇസ്ലാമിൻ്റെ ഒരു വളരെ തുടക്കത്തിൽ തന്നെ ജഹ്മികൾ വന്നു, പലരും വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫൽസഫൻ്റെ ആൾക്കാർ വന്നു, ഇവരൊക്കെ വന്നില്ലേ? ഈ വന്ന സമയത്ത് മുസ്ലിം പണ്ഡിതന്മാർ അതിനൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ഇവർ പറയുന്ന ആശയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ പലതും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ഭയങ്കര ഒരു റീസേർച്ചായിരുന്നു, അവരുടെ അക്കാഡമിക്കായ പഠനമായിരുന്നു. ആ മനസ്സിലായ കാര്യങ്ങൾ അവർ സമൂഹത്തിന് പഠിപ്പിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും വളരെ നസീഹത്തോടു കൂടി ഉത്ബോധനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഈ സംഭവങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടത്. നമ്മൾ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടായി വന്നത് അങ്ങനെയാണ്. അപ്പം അത് വളരെ ജൈവികമായ വളരെ ഓർഗാനിക്കായൊരു ദൗത്യമാണത്. അത് എല്ലാ കാലത്തും മുസ്ലിം സമൂഹത്തിലും നടന്നതാണ്, അത് നടക്കും. അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റിന്, ഒരു അമ്ല പരിശോധനയ്ക്ക് ഇതുകൂടി വിധേയമായ തീരുമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ അതെന്തെങ്കിലും ഒരു ബേജാറല്ല. നമുക്കെന്ത് ബേജാറ്? ഇപ്പോൾ ഇത് ലോകത്ത് പല കാര്യങ്ങളും നടക്കണില്ലേ, അത് ഇതും കൂടി നടക്കണോണ്ട് നമുക്കെന്താ പ്രശ്നം? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളാണ്, നമ്മളുടെ സുഹൃത്തുക്കളാണ്, പലരും നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഇവരോടൊന്നും വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെ ഒരു തരത്തിലുള്ള എലമെൻറ്റും നമ്മൾക്കില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഉന്തും തള്ളും പിന്നെ അടിയും പിടിയും നായാട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. അതൊരു ഗുണകാംക്ഷ മാത്രമാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ പ്രവാചകൻ അള്ളാഹ് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കാരുണ്യത്തിൻ്റെ മാക്സിമം ആണത്. അതായത് ഒരു നബിനെ പറഞ്ഞയച്ചിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വേദഗ്രന്ഥം കൊടുത്തിട്ട് ഈ ആത്മീയത അന്വേഷിച്ചിട്ട് എല്ലാ കഞ്ചാവ് താഴ്വരകളിലും അലഞ്ഞു തിരിഞ്ഞ് വഴിതെറ്റി ഒരു ജീവിതം കളഞ്ഞു കുളിച്ച് എന്നിട്ട് അവസാനം പടച്ചവൻ്റെ കോപം കിട്ടി നമ്മളുടെ മരണാനന്തര ജീവിതത്തിൽ പടച്ചവൻ്റെ തൃപ്തി കിട്ടാത്തൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കാരുണ്യപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നമ്മൾ റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പാട്ടിൽ ആവിഷ്കരിക്കാൻ മാത്രമുള്ളൊരു കാര്യമല്ല. ആ പ്രവാചകൻ്റെ റിസാലത്തിന് വിലമതിക്കാൻ നമ്മൾക്ക് പറ്റണം. അതിൻ്റെ ശരിക്കുള്ള വില, അത് എത്രത്തോളം പ്രീഷ്യസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മൾ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ഒരുപാട് മുഖങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ നബിയാണ്. അത് ഗുരു ആവണത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആത്യന്തികമായി ഗുരുമുഖം, വേറെ ആരുമല്ല. ആത്യന്തികമായി നമ്മൾക്ക് വേറൊരു ഗുരുമുഖം ഇല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഗുരുമുഖം എന്ന് പറഞ്ഞാൽ ജിബ്രീലാണ്. ആ ജിബ്രീലിനെ പടച്ചവൻ പറഞ്ഞേക്കണാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്യുവറായ പ്രിസ്റ്റീനായ ഒരു കലർപ്പുമില്ലാത്ത വളരെ കൃത്യമായ ഗൈഡൻസാണ്. ആ ഗൈഡൻസ് നമ്മളുടെ കയ്യിലുണ്ടായിട്ട് നമ്മളുടെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ള രത്നം നമ്മൾ നിലത്തിട്ടിട്ട് നമ്മൾ വേറൊരുപാട് സന്യാസി പാരമ്പര്യങ്ങളുടെ പിറകിൽ പോയിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റാണെന്ന് പഠിപ്പിച്ച പല ആശയങ്ങളും നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാണ്. അത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട്, മുസ്ലിം സഹോദരങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് വളരെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് ഇങ്ങനത്തെ. ഞാനിപ്പോൾ ഈ പ്രൊഫോൺ ടി വിയിൽ മുമ്പ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ആരും ഇതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കണില്ല.
അങ്ങനെ ആരും സംസാരിച്ചതായിട്ട് ഓർക്കണില്ല. അത് ചെയ്യാനുണ്ടായത് ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഗുണകാംക്ഷ മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങി വെക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്നുണ്ടായ ഒരു കാര്യം മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിരുന്നു എന്നുള്ളത്. അല്ല, അതിൽ നമുക്ക് സങ്കടവും പ്രതിഷേധമൊന്നുമില്ല. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ തൃപ്തി വർദ്ധിക്കാൻ കാരണമാവട്ടെ എന്ന് മാത്രമേ ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതിലുള്ള അഭിശംസകൾ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചത് ഈ വീഡിയോസ് കണ്ടിട്ട്. അയാൾ എന്നെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കണില്ലായിരുന്നു. അയാൾ ചീത്ത പറഞ്ഞ് അതായത് അയാൾ എന്തൊക്കെയാണ് പറയണത് അയാൾക്ക് എന്നെ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഈ സൂഫി ഷെയ്ഖുമാരൊക്കെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ വികാരം കൊള്ളുകയാണ്. അതായത് അവരൊക്കെ പഠിപ്പിച്ചൊരു കാര്യമാണിത്, ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വധഭീഷണിയാണ് മുഴക്കണത്. അതായത് അദ്ദേഹം അത് ചെയ്യും ഇത് ചെയ്യുക, അത് ജീവനോട് വെറുതെ വിടില്ല, ഇതാണ് നിങ്ങൾ പാഠം പഠിക്കുന്നതൊക്കെയാണ് അദ്ദേഹം പറയണത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് കൂൾ ഡൗൺ ആയി, എന്താണ് നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറഞ്ഞോ, നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്താ ഇപ്പം നിങ്ങളിൻ്റെ കൊല്ലും എന്ന് പറഞ്ഞാൽ തിരിച്ച് നിങ്ങളെ കൊല്ലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, അതല്ലല്ലോ ഇപ്പോൾ അതിനുള്ള മറുപടി. അപ്പോൾ നീ അങ്ങനെ ആവും. പിന്നെ അദ്ദേഹം കുറേ ശാപവാക്കുകൾ ഉരുവിടുകയാണ്, അങ്ങനെ മരിക്കും ഇങ്ങനെ മരിക്കും. ഞാൻ പറയുന്നത് ഈ സൂഫികളെ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ആൾക്കാരെ സ്നേഹം പഠിപ്പിച്ചു എന്നൊക്കെ ഓരോ തെറ്റിദ്ധാരണയാണ്. എന്താണ് അതായത് സൂഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഭയങ്കര വൈകാരികമായ ഞാൻ പറഞ്ഞ അയാളോടടക്കം ഗുണകാംക്ഷ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയണത്. കാരണം അയാൾ അതിവൈകാരികമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വളരെ സീരിയസ് ആയ ശരിയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇവരിത് ഇസ്ലാമിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കണവർ 4 സൂഫികളല്ല. അത് ഈ മദ്ഹബിൻ്റെ ഇമാമുമാർ മുതൽ ഇബ്നു തൈമിയ വരെയുള്ള ആൾക്കാർ, ഇവരൊക്കെ ഈ പറയുന്ന ട്രഡീഷൻ്റെ ഭാഗമാണ്. അതിൽ 98% ആൾക്കാർ ശരീഅത്തിൻ്റെ കൂടെ നിന്നവരാണ്. അവരെ മുഴുവൻ ഡിസ്മിസ് ചെയ്ത് ഇങ്ങനെ പാട്ടുപാടി നടന്ന 4 സൂഫികളെ എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് ഇസ്ലാമിക പാരമ്പര്യം, അതിനകൾ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുറ്റമായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഇവരിങ്ങനെ ഈ പറയണ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചാണ്, ഇവരിങ്ങനെ പറയണ്ടല്ലോ, ഈ പണ്ഡിതന്മാരെ മുഴുവൻ ഡിസ്മിസ് ചെയ്യാണ്, എൻ്റെ ഇസ്ലാമിക് ട്രഡീഷനെ ഡിസ്മിസ് ചെയ്യാണ്. അതിൻ്റെ ഒരു അറോഗൻസ് എത്രയാണ്! അതായത് ഈ മഹാപണ്ഡിതന്മാർ കുലമാക്കൾക്ക് ആർക്കും ഇസ്ലാം മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞില്ലേ, ഭയങ്കര ഡ്രൈ ആയ, ഭയങ്കര ലീഗലിസ്റ്റിക്കായ, ഹലാൽ ഹറാമുകളിൽ പിന്നെ ചൂഴ്ന്ന് കിടക്കുന്ന കുറേ വിധിവിലക്കുകൾ ബാധകമായ, നമ്മൾ പറയേണ്ട കാര്യം, പടച്ചോൻ നമ്മൾക്ക് വെച്ചൊരു നിയമം അനുസരിക്കാൻ അതൊരു ഭാരമായി നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാനെ നമ്മൾ ചികിത്സിക്കണ്ടേ. അതായത് അള്ളാഹിനോടുള്ള ഇഷ്ടത്തിനെ പറ്റി അവർ സംസാരിക്കണേ. അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അള്ളാഹിനോട് നമ്മൾക്ക് ഇങ്ങോട്ട് സ്നേഹം വന്നാലുണ്ടല്ലോ, അള്ളാഹ് വെച്ച നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അള്ളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കണത് അത്ര ഇഷ്ടത്തോടെ ആയിരിക്കും. ഇതെന്തൊരു ഐറണിയാണിത്. പടച്ചോനോട് ഇഷ്ടം ഉണ്ടാണെന്ന് പറയാം, എന്നിട്ട് പടച്ചോര് കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഭാരമായിട്ട് അനുഭവപ്പെടുക, എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കലാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വിമോചനം എന്ന് പറയും. ഇതെന്ത് വർത്താനാണ്! അങ്ങനെയല്ല. ആ ഇഷ്ടം നമ്മളെ നയിക്കേണ്ട ഫലങ്ങളിലേക്കല്ല ഇവരുടെ ഇഷ്ടം നയിക്കണത്. ആ പടച്ചോൻ്റെ നിയമങ്ങൾ ലംഘിക്കണേക്കാണ്. പടച്ചോനോടുള്ള സ്നേഹം കൂടിയിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുക. ആലോചിച്ച് നോക്ക്, ഇബ്നു തൈമിയ ഈ കാര്യമായി സൂഫികളെയും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ പറയുന്നുണ്ട്. കാരണം അതായത് നിയമങ്ങൾ പാലിക്കണതിലൊക്കെ ഉള്ള അതിസൂക്ഷ്മതയൊക്കെ പറഞ്ഞിട്ടാണ് തസവുഫ് തുടങ്ങുന്നത്. അവസാനം ഒരു നിയമവും ബാധകമല്ലാത്ത മഹാ അഹങ്കാരികളായി മാറുന്നേക്കാട് അവസാനം ചെന്നെത്തുന്നത്. അത് തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായ പര്യവസാനം. അതായത് അള്ളാഹു റസൂലും പറഞ്ഞു കൊടുത്ത് നിൽക്കാതെ നമ്മൾക്ക് തോന്നിയ മാതിരി നമ്മളിങ്ങനെ പോയാൽ അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് സംഭവിക്കുക. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഇസ്ലാമിൽ ഈ നിയമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. സഹാബിമാർ അത് വളരെ പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിച്ചു എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. പിന്നെ അതിനൊക്കെ മറികടന്നിട്ട്, ഞാൻ നേരത്തെ ഈ ക്രിപ്റ്റിക്കായി വർത്താനം പറയാമെന്ന് പറഞ്ഞില്ലേ, ഈ സൂഫികൾ ഭയങ്കര ക്രിപ്റ്റിക്കായിട്ടാണ് സംസാരിക്കുക. ഇവർ പറയുന്നത് ഖുർആനും ഹദീസും മൊത്തം ക്രിപ്റ്റിക്കാണെന്ന്. ഖുർആനും ഹദീസും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഇപ്പോൾ ഞാനും ഫഹദും ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു 10-23 കൊല്ലം ഒരുമിച്ച് ജീവിക്കണം, നമ്മൾ കോഡ് ഭാഷയിലാണ് സംസാരിക്കുക. അങ്ങനെ ഉണ്ടൊരു പരിപാടി. അതായത് ഇവർ പറയണത് അള്ളാഹ് നമ്മളോട് സംസാരിച്ചത് മുഴുവൻ ഒരു കോഡ് ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഇങ്ങനെ കാണുന്ന വിധിവിലക്കുകൾ, നിയമങ്ങൾ, വിശ്വാസകാര്യങ്ങൾ, ഇതൊന്നും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അതല്ല. അതായത് ഒരു മനുഷ്യനൊക്കെ അത് കേട്ടാൽ മനസ്സിലാവണതൊന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് സംസാരിച്ചതൊക്കെ ഭയങ്കര ക്രിപ്റ്റിക്കായിട്ടാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ,
സഹാബിമാർ ഇതിനൊക്കെ അക്ഷരാർത്ഥത്തിലെടുത്ത് ഇതൊക്കെ നിയമങ്ങളൊക്കെ അതേപോലെ പാലിച്ച് ജീവിച്ചവരല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർക്ക് അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. അതായത് 90 ഇവരിങ്ങനെ കുറച്ചിങ്ങനെ എണ്ണി പറയണ കുറച്ച് ആൾക്കാർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയല്ല. ഇത് ഷിയാക്കളെ ഇമാമ സങ്കല്പം പോലെയാണ്. ആകെ കുറച്ച് സഹാബിമാർക്കാണ് ദീൻ മനസ്സിലായത് എന്ന് പറയുന്ന ഒരു സാധനം പോലെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൻ്റെ വളരെ ബാഹ്യമായ രൂപമാണ് ജീവിതത്തിൽ പകർത്തിയത്. സഹാബിമാർ വളരെ ബാഹ്യമായ ഇതാണ് അനുഷ്ഠിച്ചത്. പക്ഷേ ഇവരെപ്പോലുള്ള ചില മഹാബുദ്ധിജീവികൾ ഇതിൻ്റെയൊക്കെ ആന്തരാർത്ഥം, ഈ ബാത്തിനും ലോഹിറും ഉണ്ട് എന്നാണ്. ലോഹിറാണ് നിങ്ങൾക്ക് മനസ്സിലാവണം, ബാത്തിന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നാണ്. ആ ബാത്തിനായ അർത്ഥം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മനസ്സിലായ അർത്ഥം ഓലരുത്തുള്ളൊരു സ്വകാര്യ ദീനുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇതെന്ന് പറഞ്ഞാൽ വളരെ അബ്സേർഡായൊരു വാദമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിഗൂഢ പ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഈ ബാത്തിനായ അർത്ഥം കൊടുന്ന കിട്ടിയത് അതാണ് ഈ ഷെയ്ഖുമാർ ഇവരെ സൂഫി, അതിനാണ് ഇവർ സൂഫി ആവണത്. ഈ സൂഫി ഷെയ്ഖുമാർക്ക് കൊടുന്ന കിട്ടിയത് അവർക്ക് പഠിച്ചുകൊണ്ടിരുന്നത് വഹിയായിട്ട് കിട്ടുകയാണ്. അതാണ് ഇവർ കശ്ഫ് മറ്റേ മറിച്ചതെല്ലാം പറയണത്. അപ്പം അതാണ് പ്രശ്നം. അതായത് അള്ളാഹു റസൂലും പഠിപ്പിച്ച വഹിയിലൂടെ നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ ക്ലിയറാണ്. അത് ക്ലിയറായേ പറ്റൂ, അല്ലെങ്കിൽ ആ ദൗത്യത്തിനൊരു അർത്ഥമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിമാർ പഠിപ്പിച്ച 1400 കൊല്ലമായി മുസ്ലിം പണ്ഡിത പാരമ്പര്യം മനസ്സിലാക്കിയ സംക്ഷേപിച്ച നമ്മൾക്ക് പറഞ്ഞു തന്നൊരു ദീനാണ് ഇത് സംഭവം വളരെ ക്ലിയറാണ്. ഇവരപ്പുറത്ത് ഇപ്പുറത്തുള്ള സന്യാസിമാരടുത്ത് പോയി വെക്കുന്നു, അപ്പോൾ കുറേ ആശയങ്ങൾ കിട്ടുന്നു. ആ ആശയങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. ഇവരെ കൽബ് അതിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞു, ആ ആശയങ്ങളിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതിനൊരു പോംവഴി ഉണ്ടാക്കണം. അപ്പം ഉണ്ടാവുന്ന തിയറിയാണ് ഈ ലോഹിറും ബാത്തിനും. അപ്പോൾ ഈ ബാത്തിനായ സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെന്ത് ലെജിറ്റിമസിയുള്ള, ഇതിനെന്ത് ഒതൻറ്റിസിറ്റി ഉള്ള ഈ ഇങ്ങളീ പറയുന്ന അർത്ഥങ്ങൾക്ക് നബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അത് നബി മരിച്ചാൽ നമ്മൾക്ക് പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റയർലി ഈ സാധനം ഒരു പുതിയ ഇതുണ്ടാവുകയാണ്. ഞാൻ പറയുന്നത് സൂഫി എന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട എല്ലാവരും ഇതേ ആശയങ്ങൾ ഇതേ അളവിൽ പറഞ്ഞു എന്നല്ല. പക്ഷേ അതിലെ ഈ പൂർണ്ണമായി, അതായത് പ്രത്യേകിച്ചും ഇബ്നു അറബിയെയും റൂമിയെയും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഒരു തരത്തിൽ വേറെ കുറേ ആശയങ്ങൾ, ഇങ്ങനത്തെ കുറേ ആർഗ്യുമെൻറ്റുകൾ കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും പഠിപ്പിച്ച ദീനിനെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെ ചില ബാഹ്യമൂടികളൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ വേറെ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതേ ആശയം ആണ് ഇന്ത്യയിലെ ഈ സന്യാസിമാർക്കുള്ളത്, ഇവർക്കുള്ളത്. ഇതേ ആശയമുള്ള വേറെ കുറേ ആൾക്കാർ ഇതിൻ്റെ പുറത്തുണ്ട്, ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ആ സൂഫിസത്തെയാണ് ഞാൻ പറയുന്നത്. ആ സൂഫിസം ഉണ്ടല്ലോ, ആ സൂഫിസത്തെയാണ് ശരിക്ക് ഇപ്പോൾ കേരളത്തിൽ ഈ റിവൈവലിൻ്റെ ഭാഗമായി കാര്യമായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ചർച്ചകൾ നടക്കട്ടെ, അങ്ങനത്തെ സംവാദങ്ങൾ നടക്കട്ടെ, അത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകട്ടെ. ആ ചർച്ചകളിലേക്ക് പോയാൽ എല്ലാവർക്കും അത് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സൂഫിസം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സത്യത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ നിരാകരിക്കുകയും ഇവിടുത്തെ പിന്നെ മറ്റ് സമൂഹങ്ങളിലൊക്കെ ഉള്ള ആശയങ്ങൾ പലതും കടത്തിക്കൂട്ടി ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വങ്ങൾ മൊത്തം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് സത്യത്തിൽ ചെന്നെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം അതിൻ്റെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുകയാണ്. കേവലം ഒരു മ്യൂസിക്കൽ കൺസേർട്ടിനപ്പുറത്ത് ഇതിൻ്റെ ഒരു ആശയപരമായ പരിസരം മനസ്സിലാക്കി പിന്നെ അതിനോടൊരു ബൗദ്ധികമായി എൻഗേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അപകടം നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഒരു മുസ്ലിം സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മുടെ അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.